എടാ അതാണ് മഷ്റൂം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ബൈക്കായിട്ട് ഇതുപോലെ കൊടൈക്കനാലിലോട്ട് പോകുന്ന സംഭവമാണ്. പക്ഷേ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിൽ എനിക്ക് പറ്റിയ വലിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്ക് പ്രോപ്പറായിട്ട് കണക്റ്റ് ആയില്ല എന്നതാണ്. അത് കാരണമാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വോയിസിൽ കാണും. കാരണം വോയിസ് ഓവർ ചെയ്തിട്ടില്ല, വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്ലൈ ചെയ്തോളിലോട്ട് ഇട്ടാൽ മതി. നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. നമ്മൾ 4 പേരാണ് പോകുന്നത്, ഇതുപോലെ 2 ബൈക്സിലായിട്ട്. അപ്പം ഫ്രണ്ട്സ് എന്ന് പറയുമ്പം നാട്ടിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. അതിൽ നമ്മുടെ വണ്ടീൻ്റെ പുറകെയുള്ളതെന്ന് പറയുമ്പം നമ്മുടെ കണ്ണൂർ ട്രിപ്പിലൊക്കെ 2 പ്രാവശ്യം കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സൽമാൻ ആട്ടോ. അവൻ്റെ ഒരു കോമ്പറ്റീഷൻ റിലേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു ട്രിപ്പ് കൂടെയാണ് ഈ ഒരു ട്രിപ്പ്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്ന ഒരു വൈബ് ഈ ഒരു ട്രിപ്പിൽ കിട്ടുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അങ്ങനെ നമ്മളെ ആദ്യത്തെ ബ്രേക്ക് ആട്ടോ. ഇത് നമ്മൾ 2 വണ്ടി, അതുപോലെ അവരവിടെ ചായ കുടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നാപ്പിൻ്റെ ഉമ്മ പറഞ്ഞല്ലോ കറക്റ്റ് 4 മണി ചായ കുടിക്കാൻ തോന്നും. അപ്പോൾ കറക്റ്റ് 4 മണിയായപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് ആ ഒരു സൈഡൊക്കെ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴ കേട്ടോ. മഴ ആയ കാരണം അടിപൊളിയായിരിക്കും ക്ലൈമറ്റ്. ഞാൻ കാണിച്ചു തരാം മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ മണ്ണാർക്കാടോട്ട്. ഇപ്പം നമ്മളെ ഇത് സൽമാൻ്റെ കോട്ട കേട്ടോ. ഞാൻ കോട്ട എടുത്തില്ല, അതുകൊണ്ട് കോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തില്ല, മറന്നുപോയി. അപ്പം ഞാൻ സൽമാൻ എന്തോ വായത്തിന് 2 കോട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മറ്റേ കവർ പോലുള്ള കോട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ്. അപ്പം ഇനി അവന് വേസ്റ്റുകാർ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളെ ലഗേജൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പറയുന്നത് കേൾക്കാൻ പറ്റുമോ അറിയില്ല, കാരണം മഴയുടെ ശബ്ദമുണ്ട്. എന്തായിരുന്നാലും ഇനി പോട്ടെ കേട്ടോ. ഈ മഴത്ത് റൈഡ് ചെയ്യാൻ വേറെ രസം കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇനി നൈറ്റ് സ്റ്റേ അടിക്കുന്ന സമയത്തോ എന്തായാലും ഞാൻ കറക്റ്റ് അപ്ഡേഷൻ അറിയിക്കാം കേട്ടോ. അപ്പം ശരി ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള വണ്ടി കുറച്ച് പിറകിലാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവർ കോട്ടൊക്കെ വാങ്ങി ഇങ്ങനെ സെറ്റായി വരുവാണ്. നമ്മളതേ മഴ നോക്കിക്കേ, സെറ്റല്ലേ മഴ വൈബ്. ഷൂവിൻ്റെ അകം ഫുള്ള് വെള്ളം കിട്ടും, അതാണ് പോകാൻ വേണ്ടി. വേറെ ഒന്നും സീനില്ല, കോട്ടൊക്കെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് അവർ വന്നിട്ട് ഒരുമിച്ച് പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ അല്ലേ. പാരിക്കുട്ടൻ എന്തൊക്കെയാണ് ഇങ്ങോട്ട് വിശേഷം പറയും. മഴ എങ്ങനെയുണ്ട്? അടിപൊളി മഴ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചൂടായിക്കണ സമയമല്ല. ഇപ്പം ഇവിടെയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാട്ടി ഡബിൾ ചൂടൊക്കെ ഉണ്ടാവുന്ന ഒരു സ്പോട്ടാണ്. പാലക്കാടാണ് ഏറ്റവും അടിപൊളി ചൂടെന്നൊക്കെ പറഞ്ഞിട്ടിട്ടില്ലേ. പക്ഷെ ഇപ്പം എന്താ അറിയില്ല, നല്ല മഴയുണ്ട് കേട്ടോ. ക്ലൈമറ്റ് നൈസാണ്. അങ്ങനെ നമ്മളെ തീർച്ചയായിട്ടും കാര്യമായിട്ട് നടക്കുന്ന ട്രിപ്പ് ക്യാമറ ആളാക്കി വന്നിട്ട് തല ഷർട്ടിൻ്റെ ഉള്ളിൽ കിട്ടുന്നു. അപ്പം നമ്മളെന്താ പറഞ്ഞാലും നമ്മളെ ലഗേജ് നമ്മൾ റെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഏകദേശം മണ്ണാർക്കാടിൽ മഴ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലഗേജൊക്കെ സെറ്റ് ചെയ്താലും നിങ്ങൾ നേരത്തെ ക്ലിപ്പുകളിൽ കണ്ടു കാണും. അപ്പോൾ അത് ഇപ്പോൾ ഇവിടുന്ന് ഒക്കെ സെറ്റ് ചെയ്ത് പഴയ പോലെ ആക്കി. അപ്പം ഫുഡടി നല്ലപോലെ നടക്കുന്നുണ്ട്. നമ്മളെ കൂടെയുള്ള മറ്റേ വണ്ടി തൊട്ട് പുറകുണ്ട് കേട്ടോ. അപ്പോൾ അവരവിടെ എവിടെയോ റെസ്റ്റ് ഇതേ പോകുന്നു. ഇതരണ്ണ ഇതാണ് കേട്ടോ അവർ, ഇത് കണ്ടോ. അപ്പോൾ അവരവിടെ എവിടെയോ റെസ്റ്റ് എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിക്കാട്ടോ എന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദുമൽപേട്ട് വന്നു കേട്ടോ. ഉദുമൽപേട്ട് വന്നിട്ട് ഇവിടെ ഫ്രണ്ട്സിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് നാളെ കൊടൈക്കനാൽ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ലഗേജ് സംഭവങ്ങളൊക്കെ അവിടെ റൂമിൽ കൊണ്ടുവച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം അതിനിടയിലും ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. ഇതേ കണ്ടോ നമ്മുടെ 2 വണ്ടിയും ലഗേജ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫുഡിന് ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി കിടന്ന് നാളെ രാവിലെ ആയിരിക്കും. ഇവിടെ നിന്ന് കൊടൈക്കനാലിലോട്ട് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നാളെ മോർണിംഗ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി ആ ഒരു സമയത്തൊക്കെ ആയിട്ട് കാണാം. പിന്നെ ഫുഡ് കഴിക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് കേട്ടോ. നല്ല ഓംലെറ്റ്, അതുപോലെ എന്താ പറയുക ദോശ സംഭവങ്ങളൊക്കെ ഗൈസ്. അങ്ങനെ നമ്മളെ ഫുഡടി സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിനി റൂമിലോട്ട് തന്നെ പോകട്ടോ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്നാലും നമുക്ക് നാളെ മോർണിംഗ് ആണ്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് അവിടെ ഫുഡ് കഴിച്ചേ. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന്
ഇവിടെ ഇങ്ങനത്തെ തട്ടുകട വൈബ് നല്ല രസമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തമിഴ്നാട് കേരളം വിട്ട് കഴിഞ്ഞാൽ തട്ടുകട, അത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാട്ടോ ഇതുപോലെ ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നൈസായിട്ട് കിട്ടുന്നത്. അത് നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ ഇറങ്ങുന്ന ഒരു സമയത്ത് കാണാം. അപ്പോൾ എന്നിട്ട് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുമ്പം, ഈ ഒരു വ്ളോഗ് എന്ന് പറയുമ്പം നമ്മൾ കൊടൈക്കനാൽ കയറിയ ഉടനെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ ഫുള്ള് കൊടൈക്കനാൽ കറങ്ങാനുള്ള പ്ലാനൊക്കെയാണ്. എൻ്റെ മുടി എന്തൊക്കെയോ ആവും കേട്ടോ കാറ്റിനോട് മാറിയിട്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇനി നാളെ കാണാം. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഏർലി മോർണിംഗ് തന്നെ എണീറ്റ് എല്ലാ പരിപാടീസും തീർത്ത് പെട്ടെന്ന് കൊടൈ കയറാൻ വേണ്ടിയിട്ട് ഒരേ പിടുത്തായിരുന്നു കേട്ടോ. ഇനി ഫുള്ള് ഇതുപോലുള്ള നല്ല റോഡുകളാണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും കുറച്ചുകൂടെ, അതായത് പളനി വരെയൊക്കെ ഇങ്ങനെയുള്ള റോഡ് തന്നെ ആയിരിക്കും കേട്ടോ, അതായത് നല്ല റോഡ് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും ഒന്നും കൂടെ മോശം റോഡ് വരാൻ ചാൻസ്. മോശം റോഡെന്ന് പറയാൻ പറ്റില്ല, എന്നാലും റോഡൊക്കെ കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ് കേട്ടോ. ഞാൻ നാളെ പോയ സമയത്തൊക്കെ കൊടൈക്കനാൽ. പക്ഷേ ഇത്രയ്ക്ക് എന്താ പറയുക ഓപ്പൺ റോഡായിരിക്കില്ല. കർവ്സ്, അതുപോലെ ഹെയർപിൻ ബെൻസ്, അങ്ങനെയൊക്കെയുള്ള ഫോറസ്റ്റ് റൂട്ട്, നമുക്ക് നൈസ് ത്രില്ല് ആ ഒരു റൂട്ടായിരിക്കും. ഇവരൊക്കെ അങ്ങോട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. കൊടൈക്കനാൽ കയറാൻ 4 വണ്ടി ഉണ്ട്. കണ്ടോ, ഒരു ഡൊമിനാർ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. നല്ല ത്രില്ലുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് റൈഡ് ചെയ്യാൻ, തണുപ്പോടുകൂടെ ഇങ്ങനെ പോകാൻ. അപ്പം ഇനി നമുക്ക് എവിടെന്നേലൊക്കെ ബ്രേക്ക് എടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് കാണാം കേട്ടോ. നമ്മളെ ടാങ്കിൻ്റെ ഒരു ശബ്ദം പോസ്റ്റ് ഒന്ന് പൊക്കി ഗൈസ്. പൊടി கொடைக்கானல் கீழே இருக்குப்பா வண்டி பேப்பர் கீழே இறக்கி போடு. சேர் அடிக்குமாடா, எப்படா ஓட்டுறீங்க? ஓ, வண்டி மேலே தூக்கிட்டு இருக்கீங்க. சேக்கப்ஸ் ஆள்றா வண்டி மாடலை இதெல்லாம் பார்த்து வச்சுருக்குறேன். வண்டி இது பேப்பர் எடுப்பான். ஏன் பேப்பரில் இல்லை? பேப்பர்லேயே ஒரு பிரிண்ட் அவுட் எடுக்கலையா? இப்போ செல்லில் இப்போ எடுத்துருக்காங்க எல்லாம். சரி, வண்டி ஆச்சுன்னு சொல்லி നൂറുപ്പ്യ പോവാന് அந்த வண்டியோட இந்த வண்டி எடுத்து வந்திருக்காங்க. இவ்வளோ ஆல்ட்ரு பண்ணியிருக்காங்க. அலையிலாம் எவ்வளோடா வருது இந்த ஹெல்மெட்? எவ்வளோ வருதுங்க ஹெல்மெட்? ஏய், காது கேட்கல. இந்த ஹெல்மெட் எவ்வளோ தெரியாது? தமிழ் தெரியாது. ഇത് നമ്മളൊക്കെ റെഡി ഇല്ലേ? പിന്നെന്താ? അതന്നെ കേരളാണ്ട് നോക്കിയിട്ട് പോലെ പിരിവാണ് ഗൈസ്. പിരിവാണ് ഗൈസ്. നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പറൊന്ന് പറഞ്ഞിട്ട് വേണം. ഗൈസ്, എൻ്റെ ക്യാമറ കണ്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ. കോമഡി. പോകാൻ പറഞ്ഞേ കേറി. അപ്പോൾ നമ്മളോട് പോവാൻ എന്താ പറഞ്ഞപ്പോ? ഗൈസ്, അങ്ങനെ അങ്ങേരെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അവന്മാർക്ക് ക്യാമറ ഒട്ടും പറ്റിയില്ല.
അങ്ങനെ പിന്നെ 2 വണ്ടിക്കും കൂടി എത്രയോ എമൗണ്ട് കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ. ഏകദേശം 50-100 എങ്ങാണ്ടാണ് തോന്നുന്നു പെർ ബൈക്കിന് കൊടുത്ത്. അതും കഴിഞ്ഞ് പിന്നെ ഒരേ പിടുത്ത നേരെ നമ്മുടെ കൊടൈക്കനാൽ കയറാൻ വേണ്ടി നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ട് കേട്ടോ. ആ ഒരു കോമഡി സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ ക്യാമറ കണ്ട് പേടിച്ചതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട്. അതായത് ക്യാമറ ഇട്ട് അവന്മാരുടെ അടുത്തോട്ട് നമ്മൾ അടുപ്പിക്കുന്നില്ല, വേഗം പോകാൻ വേണ്ടി പറയുവാണ്. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ പോവുകയാണ്. ഗായ്സ്, അപ്പോൾ ഈ ഒരു പിരിവെന്ന് പറയുമ്പം ഇത് അവന്മാരുടെ ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു പിരിവ് കേട്ടോ. അതായത് എല്ലാ ചെക്ക് പോയിന്റിലും പെർ ബൈക്ക്. അതുപോലെ നമ്മളെ ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പം കേരള വണ്ടി, അതും പിള്ളേർ, അതായത് ചെക്കന്മാർ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർ വന്നാലൊന്നും നോ പ്രോബ്ലം കേട്ടോ. ഇതുപോലുള്ള ക്യാഷ് സംഭവമൊന്നും വാങ്ങിക്കുന്നില്ല, നമ്മളെ കയ്യിൽ നിന്ന് മാത്രം. അതുപോലെ ഈ ഒരു ഏജ് കണ്ടാൽ പിള്ളേരെ പോലെ തോന്നിക്കുന്നവരിൽ നിന്ന് മാത്രം ഇതുപോലെ വണ്ടിക്ക് 50 രൂപ 100 രൂപ വെച്ച് ഇവരുടെ ഒരു പിരിവാട്ട് ഈ ഒരു സംഭവം.
ഗൈസ് അങ്ങനെ നമ്മളിത് ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തി കേട്ടോ. ഇവിടെ നോക്കിക്ക് ആര് പേഴ്സണലൊക്കെ നൈസ് വ്യൂ. ആ ബൈക്ക് നമ്മുടെ വണ്ടി അവിടെ നമ്മളെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചട്നി, ഓംലെറ്റ്, അതുപോലെ എന്താ പറയുക ഇഡ്ഡലി, ദോശ. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ കുറച്ച് സമയം ഇങ്ങനെ റിലാക്സ് ആയി നിൽക്കുവാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ അതേ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ടു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോയി ചുമ്മാ ഇങ്ങനെ മറ്റേ എന്താ പറയുക ചോളയില്ലേ, ചോളോ കമ്പാണ് കമ്പം എന്തൊക്കെയോ പറയും. ആ ഒരു സാധനമൊക്കെ കഴിച്ച് ഇങ്ങനെ ചുമ്മാ പോവാണ് വീണ്ടും. ഞാൻ ആദ്യമൊന്നും ചോളം കഴിച്ചില്ലായിരുന്നു കേട്ടോ. അതായത് പണ്ട് ഞാൻ ചോളം കഴിച്ചപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ആ ഒരു സാധനം കഴിക്കാനേ നിൽക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിച്ചപ്പോൾ എന്താ അറിയില്ല, ഒരു എരിവൊക്കെ ഉള്ള സംഭവം കഴിച്ചിട്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു. ഫ്രഷ് ക്യാരറ്റ്, ബീറ്റ്റൂട്ടും ഉണ്ട്, ക്യാരറ്റും ഉണ്ട്. നമ്മളിന്നും മോർണിംഗ് ചായ കുടിച്ച ഉടനെ നമ്മളെ ORS എനർജി ഡ്രിങ്ക് കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ക്ഷീണോ കാര്യങ്ങളൊന്നും ഫീൽ ആവുന്നില്ല. അപ്പോൾ സൽമാനെ അമ്മന്ന് രാത്രി ടെൻ്റ് അടിച്ചിരിക്കുമ്പോൾ നല്ല മൂടേക്കാരം, തണുത്തിട്ടേ അടിപൊളി മൂടേക്കാരം. അല്ല അനക്ക് നാളെ എത്ര മണിക്കാ പരിപാടി തുടങ്ങുക? എത്ര മണിക്കാ എണീച്ച് പോകണ്ടി? എത്ര മണിക്കാ എണീച്ച് പോകണ്ടി? എടാ അതാണ് മഷ്റൂം. പിന്നെ മാജിക് മഷ്റൂം അല്ലേ ഇതെന്താ? പിന്നെ വെളുത്തുള്ളി. അത് അയ്യേ, അത് മാജിക് മഷ്റൂം ആയിരിച്ചു. ഗൈസ് അങ്ങനെ ദേ വീണ്ടും കെട്ടില്ല പട്ടം പോലെ നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ഫസ്റ്റ് വ്ളോഗ്, കൊടൈക്കനാൽ വ്ളോഗിൻ്റെ ആദ്യത്തെ വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനിയും പോയി കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആവും, അത് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൈവന്മാരെല്ലാം നമ്മളെ കാത്തിക്കുവാണ്. പോട്ടെ. അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ കൊടൈക്കനാൽ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോകണം. ഇതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് ചെയ്താൽ ലഭിക്കും. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം ഗുണാക്കേവ്, അതുപോലെ പൂക്കാലി, പൂണ്ടി ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോയിലൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, പിന്നെ കാണാം.